ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതിന് അത്യാവശ്യം ലോങ് പ്രോസസ്സ് ഉണ്ട്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇവിടെ ഒരാൾക്ക് മട്ടൻ വാങ്ങിച്ച് കറി വെച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കി തരുമോ അമ്മ എന്ന് ചോദിച്ചാണ് രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. വരുമ്പോഴത്തേക്കും അടിപൊളി ഒരു ബിരിയാണി പ്രസൻറ്റ് ചെയ്ത് വെക്കണം. ഇതിലും എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പുതിനയിലയും മല്ലിയിലയും മിസ്സിങ് ആണെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയുണ്ട്. കുറച്ച് കാഷ്യൂനട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങോട്ട് സഹിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് അങ്ങോട്ട് കടന്നാലോ. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം അത് മനസ്സിലാവുന്നുണ്ടാവും. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊരു പാത്രം എടുക്കാം. അത്യാവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഞാൻ ഗീ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് സോൾട്ടും. ശേഷം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ അത് വെച്ച് കൊടുക്കാം. അത് അവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ള സവോളയും അതുപോലെ ആവശ്യത്തിന് വേണ്ടുന്ന മല്ലിയിലും പുതിനയിലയും നമുക്ക് അരിഞ്ഞെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഞാനപ്പോൾ സോക്ക് ചെയ്ത് വെച്ച് അരി ആഡ് ചെയ്യാണ് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ദൂരെ എങ്ങും പോവാതെ മാറിയൊന്നും നിൽക്കാതെ തന്നെ ശ്രദ്ധിച്ചോളണം. ഇത് പെട്ടെന്നാവുന്ന സംഭവമാണേ. അതങ്ങനെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കിസ്മിസൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് സവോള വറുത്ത് കോരിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഉണ്ടായിരുന്നതും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻസിൻ്റെ വെഡ്ഡിങ് വരുമ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയിട്ടുമുണ്ട്. അന്നൊന്നും ഇങ്ങനത്തെ പുതിയ റെസിപ്പികളോ അല്ലെങ്കിൽ ഇതുപോലെ ബിരിയാണിയോ അങ്ങനെ സ്പെഷ്യൽ റെസിപ്പികളോ ഒന്നും അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നൊരു സമയമൊന്നും ആയിരുന്നില്ല. അതൊക്കെ കൊണ്ട് കൂടിയാണ് കേട്ടോ മോൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ചോറും കറികളെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പുതുതായിട്ടുള്ള ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നത്. സാധാ ബിരിയാണിയിൽ നിന്നും എൻ്റെ ഈ ഒരു ബിരിയാണി എന്തുകൊണ്ടാണ് ഈ തട്ടിക്കൂട്ടായെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിതിനകത്ത് പാകത്തിനുള്ള വെള്ളമൊന്നും അല്ല ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ചിന്തിച്ച് സമയം കളയാനും കൂടെ നിൽക്കാനും അത്ര അധികം ടൈമും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഊറ്റി ഇതുപോലൊരു കടായിലോട്ട് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പുതിനയില, മല്ലിയില, അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും സവോളയും. എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡിയാക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര ലോങ് പ്രോസസ്സ് ഒന്നും സത്യം പറഞ്ഞാൽ ഇതിനില്ല കേട്ടോ. ഇതെനിക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാക്സിമം ആയിട്ടുള്ളൂ. പക്ഷേ ഇത് വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോൾ എന്തോ കുറച്ച് ലോങ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണി അടച്ചു വെച്ച ആ ഒരു പാത്രം തുറക്കുമ്പോൾ കിട്ടുന്ന മണമുണ്ടല്ലോ, അതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അല്ലേ. അങ്ങനെ ഒരു ഫ്രാഗ്രൻസിന് ഏറ്റവും മാറ്റു കൂട്ടുന്നത് ഈ പൈനാപ്പിൾ എസൻസ് തന്നെയാണ് കേട്ടോ. ഞാനതൊരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് റൈസും കൂടെ വേണമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ശേഷം ഒരു 3 മിനിറ്റ് വളരെ സിമ്മിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ ഇവിടെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണിക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഏത് റെസിപ്പി ട്രൈ ചെയ്താലും അത് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്ത് തരാനും കഴിച്ച് ഹെൽപ്പ് ചെയ്ത് തരാനൊക്കെ ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഈ പേഴ്സണൽ വീഡിയോഗ്രാഫർ. അവൻ ഓക്കെ പറഞ്ഞാൽ ഞാനും ഓക്കെയാണ്. നിങ്ങളും ഓക്കെ ആണെന്ന് കരുതട്ടെ.